എല്ലാവർക്കും മോണോലൈനിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മണികണ്ഠൻ, SAP ബിസിനസ് വൺ ഫങ്ഷനിങ് കൺസൾട്ടൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പർച്ചേസ് പ്രോസസ്സ് എന്നുള്ളതാണ്. ഒരു കമ്പനിക്കകത്തുള്ള പർച്ചേസ് പ്രോസസ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ പർച്ചേസ് ഓർഡർ എന്താണെന്ന് പഠിച്ചു. പർച്ചേസ് ഓർഡർ എന്തായിരുന്നു? നമ്മൾ കമ്പനിയുടെ ആവശ്യത്തിന് റിക്വയർമെൻ്റ് അനുസരിച്ച് ഒരു വെണ്ടറിന് നമ്മൾ കൊടുക്കുന്ന ഓർഡർ, നമുക്ക് പ്രൊഡക്റ്റോ സർവീസോ നിശ്ചിത ക്വാണ്ടിറ്റി വേണമെന്ന് പറഞ്ഞ് വെണ്ടറിന് കൊടുക്കുന്ന ഒരു ഓർഡറാണ് പർച്ചേസ് ഓർഡർ അല്ലേ. അപ്പോൾ ആ പർച്ചേസ് ഓർഡർ കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? നമുക്ക് സർവീസ് ആണെന്നുണ്ടെങ്കിൽ ആ സർവീസ് നമുക്ക് കമ്പനിയിലേക്ക് വരണം, പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് കമ്പനിയിലേക്ക് വരണം അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പർച്ചേസ് ഓർഡർ അനുസരിച്ച് വെണ്ടർ നമുക്ക് സ്റ്റോക്ക് തിരിച്ച് തരുന്നു, സ്റ്റോക്ക് ഡെലിവറി ചെയ്ത് തരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സർവീസ് കമ്പനിയിലേക്ക് തരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പർച്ചേസ് ഓർഡർ അനുസരിച്ച് നമുക്ക് സ്റ്റോക്ക് കമ്പനിയിലേക്ക് വരുന്നു. ആ വരുന്ന സ്റ്റോക്ക് നമുക്ക് പ്രോപ്പറായി സിസ്റ്റത്തിലേക്ക് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് GRN എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് SAP ബിസിനസ് വണ്ണിൽ യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് GRPO എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ്. വീഡിയോ മുഴുവനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GRPO എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റാണ്. അപ്പോൾ ഒരു പർച്ചേസിങ് പ്രോസസ്സിൻ്റെ മേജറായിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് ഗുഡ്സ് റെസിപ്റ്റ് PO, അതായത് GRPO. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് GRPO എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് എ ഗുഡ്സ് റെസിപ്റ്റ് PO? ഗുഡ്സ് റെസിപ്റ്റ് PO സ്റ്റാൻഡ് ഫോർ ഗുഡ്സ് റെസിപ്റ്റ് പർച്ചേസ് ഓർഡർ. ഓക്കെ, അതായത് പർച്ചേസ് ഓർഡറിന് അഗെയിൻസ്റ്റ് നമ്മൾ സ്റ്റോക്ക് റിസീവ് ചെയ്യുന്നു, അതാണ് ഗുഡ്സ് റെസിപ്റ്റ് പർച്ചേസ് ഓർഡർ. ഓക്കെ, ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ് യൂസ്ഡ് ടു റെക്കോർഡ് ദ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഫ്രം എ വെണ്ടർ അഗെയിൻസ്റ്റ് എ പർച്ചേസ് ഓർഡർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പർച്ചേസ് ഓർഡർ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർ തീർച്ചയായും വീഡിയോ കണ്ട് പർച്ചേസ് ഓർഡർ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ് യൂസ് ടു റെക്കോർഡ് ദ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഫ്രം എ വെണ്ടർ അഗെയിൻസ്റ്റ് എ പർച്ചേസ് ഓർഡർ. അത് ഇതൊരു ഡോക്യുമെൻ്റാണ്. നമ്മൾ കൊടുത്ത പർച്ചേസ് ഓർഡറിന് അഗെയിൻസ്റ്റ് നമ്മൾ കമ്പനിയിലേക്ക് സ്റ്റോക്ക് വരികയാണ്. അത് വെണ്ടർ നമുക്ക് സ്റ്റോക്ക് ഡെലിവറി ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത് സിസ്റ്റത്തിലേക്ക് റെസിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത്ര ക്വാണ്ടിറ്റി നമുക്ക് കിട്ടി എന്ന് പറഞ്ഞ് സിസ്റ്റത്തിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ഗുഡ്സ് റെസിപ്റ്റ് PO. ഓക്കെ, തേർഡ് പോയിൻ്റാണ് when a company receive item from a supplier, they create GRPO to confirm that the goods specified the purchase order has been delivered. അതായത് തൊട്ട് മുകളിൽ പറഞ്ഞ പോയിന്റ് തന്നെ ഒന്നും കൂടെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നുള്ളൂ. നമുക്കൊരു സ്റ്റോക്ക് കമ്പനിയിലേക്ക് റിസീവ് ചെയ്യുന്നു. അപ്പോൾ ആ സ്റ്റോക്ക് നമ്മൾ കിട്ടി എന്ന് പറഞ്ഞ് കൺഫേം ചെയ്യുന്നു, സിസ്റ്റത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന വെച്ചാൽ ആ സ്റ്റോക്ക് നമ്മൾ കൊടുത്തതൊരു A എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന് 100 ക്വാണ്ടിറ്റി ഓർഡർ കൊടുത്തു, അത് നമുക്ക് സിസ്റ്റത്തിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കത് കിട്ടി, നമ്മളെ കമ്പനിയിൽ അത് കിട്ടി എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഒരു കൺഫർമേഷൻ ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് പാസ് ചെയ്യുന്നത്. വെണ്ടർ നമുക്ക് 100 ക്വാണ്ടിറ്റിയുടെ ഒരു ഐറ്റം 100 ക്വാണ്ടിറ്റി നമുക്ക് തന്നു എന്ന് പറഞ്ഞിട്ട് റെക്കോർഡിക്കലി നമ്മൾ സിസ്റ്റത്തിലേക്ക് അത് എൻട്രി ചെയ്യുന്നു. അപ്പോൾ അത് എൻട്രി ചെയ്യുന്നത് ആരായിരിക്കും? സ്വാഭാവികമായും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന ഒരു വ്യക്തിയോ അല്ലാന്നുണ്ടെങ്കിൽ വെയർഹൗസ് സ്റ്റോർ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയോ ആയിരിക്കും. അപ്പോൾ അയാളുടെ ഒരു കൺഫർമേഷനാണ് നമുക്ക് കമ്പനിയിലേക്ക് 100 ക്വാണ്ടിറ്റി വന്നു എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെ GRPO ഡോക്യുമെൻറ്റ് SAP ബിസിനസ് വണ്ണിൽ നമുക്ക് ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുഡ്സ് റെസിപ്റ്റ് PO എന്ന് എഴുതിയ ഈ ഡോക്യുമെൻ്റാണ്. അതായത് നമ്മൾ ഷോർട്ട്ലി നമ്മൾ GRPO എന്ന് റീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ത്രൂ ആണ് നമ്മൾ ഒരു കമ്പനിയിലേക്ക് സ്റ്റോക്ക് റിസീവ് ചെയ്യുന്നത്. മെയിൻലി ഈ ഡോക്യുമെൻ്റ് യൂസ് ചെയ്യുന്നത് ഒരു കമ്പനിയുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നവരോ അല്ല എന്നുണ്ടെങ്കിൽ വെയർഹൗസ് മാനേജ് ചെയ്യുന്നവരോ സ്റ്റോർ മാനേജ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും ഡയറക്റ്റ്ലി ഈ ഡോക്യുമെൻ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു അത്രയ്ക്കും ഫോമഡായിട്ട് പോകുന്ന കമ്പനിയാണ്, ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പോകുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് തന്നെ ആയിരിക്കും ഡോക്യുമെൻ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻ്റ് ഓപ്പൺ ആവും. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഇത് നമ്മൾ ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഡോക്യുമെൻ്റ് ഓപ്പണായി വരുന്നത് ആഡ് മോഡിലായിരിക്കും. അതായത് നമുക്ക് പുതിയ GRPO എൻട്രി ചെയ്യാനുള്ള ഫോമായിരിക്കും ഓപ്പണായി വരിക. ഒക്കെ ഒരു ഡോക്യുമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 2 മോഡ് ഉണ്ടെന്ന് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആഡ് മോഡാണ്, നെക്സ്റ്റ് ഫൈൻ മോഡാണ്. ആഡ് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ റെക്കോർഡ് എൻട്രി ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്. അപ്പോൾ ആ ഫോം എങ്ങനെ ഉണ്ടാകുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്ക്. എല്ലാ ഫീൽഡും നമുക്ക് വൈറ്റ് ഷെയ്ഡിലായിരിക്കും കാണുക, അത് വൈറ്റ് കളറിലായിരിക്കും കാണുക. നമ്മൾ ഓരോ ഫീൽഡിൽ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഫീൽഡിൻ്റെ കളർ യെല്ലോ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, മറ്റൊരു മോഡ് എന്താണെന്ന് വെച്ചാൽ ഫൈൻ മോഡാണ്. ഫൈൻ മോഡ് എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ F ക്ലിക്ക് ചെയ്താലോ അല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ ഈ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്താലോ വരുന്നതാണ് ഫൈൻ മോഡ്.
ഓരോ ഡോക്യുമെൻറ്റിൻ്റെ. ഈ മോഡ് എങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഡോക്യുമെൻറ്റിൻ്റെ ഓരോ ഫീൽഡും യെല്ലോ ഷെയ്ഡായിരിക്കും. ഓക്കെ, നമുക്ക് മാനുവലി ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ ഫീൽഡും യെല്ലോ ഷെയ്ഡായിരിക്കും ഫൈൻ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈൻ മോഡ് യൂസ് ചെയ്യുന്നത് എന്തിനായിരുന്നു? ഓൾറെഡി റെക്കോർഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് നമുക്ക് റിട്രീവ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രീവിയസ് റെക്കോർഡ് ഫിൽട്ടർ ചെയ്തെടുക്കാനും റിട്രീവ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഫൈൻ മോഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി ഡോക്യുമെൻറ്റ് എൻട്രി ചെയ്യേണ്ടത് ആഡ് മോഡിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റ് വീഡിയോയിൽ കണ്ട പോലെ തന്നെയാണ്. മുകളിൽ വെണ്ടർ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ, പിന്നെ ഈ സൈഡിൽ ഡേറ്റും കാര്യങ്ങളും ഡോക്യുമെൻറ്റ് നമ്പർ എല്ലാം എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ, താഴെ ഐറ്റം ഡിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ, ഐറ്റംസും ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഗുഡ്സ് റെസിപ്റ്റ് PO എൻ്റർ ചെയ്യാൻ 3 വഴികളാണുള്ളത്. ഒന്ന് കോപ്പി ഫ്രം പർച്ചേസ് ഓർഡർ, 2 ഡയറക്റ്റ്ലി ഗുഡ്സ് റെസിപ്റ്റ് PO എൻ്റർ ചെയ്യാം, മൂന്നാമത്തത് പർച്ചേസ് ഓർഡർ എന്നല്ലാതെ നമുക്ക് മറ്റ് ഡോക്യുമെൻറ്റ്സിൽ നിന്നൊക്കെ കോപ്പി ചെയ്യാൻ കഴിയും. അതായത് പർച്ചേസ് റിക്വസ്റ്റ് നിന്ന് കോപ്പി ചെയ്യാം, പർച്ചേസ് കൊട്ടേഷൻ നിന്ന് കോപ്പി ചെയ്യാം ഗുഡ്സ് റെസിപ്റ്റ് POയിലേക്ക്. ആ കോപ്പി ചെയ്യേണ്ട മെത്തേഡെല്ലാം പർച്ചേസ് ഓർഡർ എന്ന വീഡിയോയിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ പർച്ചേസ് ഓർഡർ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് സെയിം പ്രോസസ്സ് തന്നെയാണ് ഗുഡ്സ് റെസിപ്റ്റ് PO ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആദ്യം ഡയറക്റ്റ്ലി ഒരു ഗുഡ്സ് റെസിപ്റ്റ് PO എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വെണ്ടർ സെലക്ട് ചെയ്യുന്നു. പർച്ചേസ് ഓർഡർ പോലെ തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. ഒരു പ്രോസസ്സാണ്, അടുത്തൊരു പ്രോസസ്സാണ് എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് വരുന്നുണ്ട് എന്നുള്ള മാറ്റമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡോക്യുമെൻറ്റ് കൂടുതൽ ചെയ്യുമ്പോൾ അത്രയും കെയർഫുള്ളായിട്ടും ശ്രദ്ധയോടും കൂടിയിട്ടാണ് സാധാരണ ഒരു ഓഫീസിൽ ചെയ്യാറ്. കാരണം ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഡയറക്റ്റ്ലി വരുന്നതാണ്, സ്റ്റോക്കിൽ ഇമ്പാക്റ്റ് വരുന്നതാണ്. പിന്നെ ക്യാൻസലേഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് എന്നുള്ളതല്ല, ക്യാൻസലേഷനൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ഇവിടെ ഒരു വെണ്ടർ സെലക്ട് ചെയ്യുന്നു. വെണ്ടർ സെലക്ട് ചെയ്യുന്നതെല്ലാം പർച്ചേസ് ഓർഡർ പോലെ തന്നെയാണ്. വെണ്ടർ സെലക്ട് ചെയ്യുന്നു. വെണ്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെണ്ടർ റെഫറൻസ് നമ്പർ ഉണ്ട് ഇവിടെ. ആ വെണ്ടർ റെഫറൻസ് നമ്പർ കൊടുക്കും. വെണ്ടർ റെഫറൻസ് നമ്പർ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പർച്ചേസിങ് പാർട്ടി നമുക്കൊരു ബില്ല് തന്നിട്ടുണ്ടാവും. അത് നമ്മളെ വെണ്ടർ ഒരു ബില്ല് നമുക്ക് തന്നിട്ടുണ്ടാവും. അതിലെ അവരുടെ ബിൽ നമ്പർ, അതായത് വെണ്ടർ നമുക്ക് തന്ന അവരുടെ ബിൽ നമ്പർ, അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കൊരു സെയിൽ ബില്ലായിരിക്കും. നമ്മളെ കയ്യിൽ കിട്ടുന്ന ആ ബിൽ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും വെണ്ടർ റെഫറൻസ് നമ്പറിൽ. അതായത് റെഫറൻസ് ആണ് നമുക്ക് ഡാറ്റ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ പ്രോപ്പർ റെഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ പോസ്റ്റിംഗ് ഡേറ്റ്, ഡ്യൂ ഡേറ്റ്, ഡോക്യുമെൻറ്റ് ഡേറ്റ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കാണാം. ഓക്കെ, ഈ സീരീസ് ഇവിടെ കാണും. സീരീസും ചില കമ്പനികൾ മൾട്ടിപ്പിൾ സീരീസൊക്കെ യൂസ് ചെയ്യും. അതായത് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നമ്പർ കാണുന്നുണ്ടല്ലോ ഇവിടെ, ഡോക്യുമെൻറ്റ് നമ്പർ, ഒരു നമ്പർ എന്ന് പറഞ്ഞിട്ട്. ഈ നമ്പർ പല ലൊക്കേഷനിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പല നമ്പർ ആയിരിക്കണം. അതായത് ഒരു ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ അവർക്ക് വെയർ ഹൗസസ് ഉണ്ട് വിചാരിക്കാം, കൊച്ചി, മലപ്പുറം, കോഴിക്കോട് എന്നുള്ള ലൊക്കേഷനിലൊക്കെ. അപ്പോൾ ഇവർക്ക് പല ലൊക്കേഷനിലും അവർക്ക് GRP എൻ്റർ ചെയ്യുന്ന സമയത്ത് അവരുടേതായ യൂണിക് നമ്പറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ സീരീസ് എല്ലാം ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റിംഗ് ഡേറ്റ് കൊടുക്കുന്നു, ഡോക്യുമെൻറ്റ് ഡേറ്റ്, പോസ്റ്റിംഗ് ഡേറ്റ്, ഡ്യൂ ഡേറ്റ്, ഡോക്യുമെൻറ്റ് ഡേറ്റ്. ഡോക്യുമെൻറ്റ് ഡേറ്റ് കൂടുതലും യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആ പാർട്ടിയുടെ വെണ്ടർ ഇൻവോയ്സിലുള്ള ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റ് ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ് ഡേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ താഴെ സെലക്ട് ചെയ്യുന്നു ഐറ്റംസ്. ഏത് ഐറ്റംസാണ് നമുക്ക് വന്നിട്ടുള്ളതെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് നമ്മൾ ഐറ്റത്തിൽ നിന്ന് ലിസ്റ്റ് എടുക്കുന്നു. ഇതെല്ലാം നമ്മൾ എങ്ങനെയാണോ പർച്ചേസ് ഓർഡർ ചെയ്ത് അതേ മെക്കാനിസം തന്നെയാണ്. ഐറ്റത്തിൻ്റെ ലിസ്റ്റ് എടുക്കുന്നു. ഇതിപ്പോൾ ഡയറക്റ്റ് GRM ചെയ്യുന്ന കേസാണ് കേട്ടോ. നമ്മൾ പർച്ചേസ് ഓർഡർ ഒന്ന് കോപ്പിയിട്ടും വെച്ചിട്ടും ചെയ്യും. ഇത് 2 ക്വാണ്ടിറ്റി 100 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക, യൂണിറ്റ് പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യൂണിറ്റ് പ്രൈസ് എന്നുള്ള പാർട്ടിയുടെ വെണ്ടറെ ബില്ല് ചെക്ക് ചെയ്തിട്ടാണ് നമ്മളിത് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡോക്യുമെൻ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് വെണ്ടറിൻ്റെ ബിൽ നമ്പർ വെണ്ടറിൻ്റെ ബില്ല് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, അത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ഓരോ വാല്യൂ കൊടുക്കുന്നത്, ഓരോ ക്വാണ്ടിറ്റി കൊടുക്കുന്നതെല്ലാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഏത് വെയർ ഹൗസിലേക്കാണ് നമ്മൾ അത് എൻ്റർ ചെയ്യുന്നു എന്നുള്ള വെയർ ഹൗസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ ടാക്സ് കോഡ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബില്ലിൻ്റെ ഒരു ഓവർവ്യൂ കിട്ടും. അത് നമ്മളെ കയ്യിലുള്ള ബില്ല് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ പാർട്ടി നമ്മളെ വെണ്ടർ തന്ന ബില്ലും നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡോക്യുമെൻറ്റിൻ്റെ വാല്യൂം തമ്മിൽ മാച്ച് ആയിരിക്കണം. മാച്ച് അല്ലാത്ത പക്ഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ അവർക്ക് അത് അവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ AP ഇൻവോയ്സ്, ഫിനാൻഷ്യലിലേക്ക് പോകുമ്പോൾ അവർക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ വാല്യൂ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കൊരു താഴെ കണ്ടോ, താഴെ ഒരു വാല്യൂ കിട്ടി. അപ്പോൾ ഈ വാല്യൂ തന്നെ ആയിരിക്കും
പാർട്ടി നമുക്ക് തരുന്ന ബില്ലിലും ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ആഡ് ചെയ്യാം. താഴെ ആഡ് ആൻഡ് വ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്: ആഡ് ആൻഡ് ന്യൂ, ആഡ് ആൻഡ് വ്യൂ, ആഡ് ആൻഡ് ക്ലോസ്. ഈ 3 ഓപ്ഷൻ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ്ലി പറഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ആഡ് ആൻഡ് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻ്റ് ഇവിടെ സേവ് ആവും. അപ്പോൾ താഴെ നമുക്ക് പർച്ചേസ് ഓർഡറിലെല്ലാം എല്ലാം കണ്ട പോലെ ഓപ്പറേഷൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മെസ്സേജും വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ വെയർഹൗസിലേക്ക് ഒരു സ്റ്റോക്ക് റിസീവ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു സ്റ്റോക്ക് റിസീവ് ചെയ്യുന്ന ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐറ്റം മാസ്റ്റർ ഡാറ്റയ്ക്കകത്ത് നമ്മളിവിടെ കൊടുത്ത ക്വാണ്ടിറ്റിയിൽ എത്ര കൊടുത്തോ അത് നമുക്ക് ഈ ഐറ്റം മാസ്റ്റർ ഡാറ്റയിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ നമുക്ക് കൊടുത്ത ക്വാണ്ടിറ്റി കാണാം, സ്റ്റോക്ക് ഇൻക്രീസ് ആയത് കാണാം. ഓക്കെ, ഫിനാൻഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടിയതായിട്ടും കാണാം. ഫിനാൻഷ്യലി ഞാൻ ഈ വീഡിയോയ്ക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു GRN ഡയറക്റ്റ്ലി നമ്മൾ GRPO ഡോക്യുമെൻ്റ് ഇതിൽ നമ്മൾ ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഒരു ഫ്ലോ ആയിരുന്നല്ലോ നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. പർച്ചേസ് ഓർഡർ കഴിഞ്ഞിട്ട് GRPO. അപ്പോൾ നമ്മൾ പർച്ചേസ് ഓർഡറിൽ നിന്ന് ഒരു GRPO എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ GRPOയിൽ പോകുന്നു, വെണ്ടറെ സെലക്ട് ചെയ്യുന്നു. പർച്ചേസ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും താഴെ കോപ്പി ഫ്രം ഓപ്ഷൻ ഉണ്ടായിരിക്കും. പർച്ചേസ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് കൊട്ടേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടാവും കോപ്പി ഫ്രം എന്നല്ലേ. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക പർച്ചേസ് ഓർഡർ ആയിരിക്കും. ഗുഡ്സ് റെസിപ്റ്റ് PO ചെയ്യുമ്പോൾ പർച്ചേസ് ഓർഡർ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കൊട്ടേഷനിൽ നിന്ന് കോപ്പി ഫ്രം ചെയ്യാം. ഓക്കെ, പർച്ചേസ് ഓർഡറിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്ന പർച്ചേസ് ഓർഡറിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ ഷോ ചെയ്യും. ഓപ്പൺ ആയി കിടക്കാൻ മീൻസ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, നമുക്കതിന് എഗെയിൻസ്റ്റ് പ്രോഡക്റ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ലിസ്റ്റാണ് നമുക്ക് ഇവിടെ ലിസ്റ്റ് ഓഫ് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞതിൽ കാണുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഏത് ഓർഡറിന് എഗെയിൻസ്റ്റ് ആണോ ഇപ്പോൾ നമുക്ക് വെണ്ടർ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്തിട്ടുള്ളത്, അപ്പോൾ ആ പർച്ചേസ് ഓർഡർ നമ്മളിവിടെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വിസാർഡ് വരും. ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത വിസാർഡാണ്. ഈ വിസാർഡിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളോ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം വരുത്തിയിട്ട് ഗുഡ്സ് റെസിപ്റ്റ് POയിലേക്ക് ഡോക്യുമെൻ്റ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വിസാർഡാണത്. ഓക്കെ, അപ്പോൾ അത് വിസാർഡ് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗുഡ്സ് റെസിപ്റ്റ് POയിലേക്ക് ഐറ്റംസ് ലോഡായി വരും. ഇത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലേക്ക് ഈ വന്ന് കിടക്കുന്ന ഐറ്റംസ് നമ്മളെ കയ്യിൽ കിട്ടിയ ബില്ലും തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. അത് ക്രോസ് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. കാരണം ഇത് ഫിനാൻഷ്യലി ഇമ്പാക്റ്റ് വരുന്നതാണ്. ഫിനാൻഷ്യലി ഇമ്പാക്റ്റ് വരുന്നത് കൊണ്ട് തന്നെ ക്യാൻസലേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം GRPO ചെയ്ത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് AP ഇൻവോയ്സാണ്. AP ഇൻവോയ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ GRPO ചെയ്ത സമയത്ത് തന്നെ ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മൾ സ്റ്റോക്ക് വന്നു കഴിഞ്ഞു, ആ സ്റ്റോക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ചെയ്ത GRPO റോങ് ആണ്, തെറ്റാണെന്ന് നമ്മൾ അറിയുന്നത്. ആ സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ക്യാൻസലേഷൻ ചെയ്യാൻ. കാരണം ഫിനാൻഷ്യലി അത് ഇമ്പാക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഡാറ്റയും ലോഡായി, കണ്ടോ? 1 by 1 ഐറ്റംസ് ലോഡായി, എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളത് ലോഡായി, ഇതിൻ്റെ യൂണിറ്റ് പ്രൈസ് ഇവിടെ ലോഡായി. യൂണിറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ടാക്സബിൾ വാല്യൂ ആണ്, ഇൻക്ലൂഡിങ് ടാക്സ് അല്ല കേട്ടോ. ദെൻ വെയർഹൗസ് ഇവിടെ ലോഡായി, ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം, ടാക്സ് കോഡ് ഇവിടെ ലോഡായി, പ്രോഡക്റ്റിൻ്റെ HSN കോഡ് എല്ലാം നമുക്ക് ഇവിടെ വിസിബിളായി വരും. അപ്പോൾ ഇവിടെ ടോട്ടൽ എമൗണ്ട് അപ്പോൾ ഇവിടെ താഴെ കണ്ടാൽ ഈ ഗുഡ്സ് റെസിപ്റ്റ് POൻ്റെ ടോട്ടൽ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഡയറക്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്നു, ആഡ് ആൻഡ് വ്യൂ കൊടുക്കുന്നു. അപ്പോൾ എന്തായി, നമുക്കിവിടെ സ്റ്റോക്ക് നമ്മളെ സിസ്റ്റത്തിലേക്ക് കയറി, അതായത് ഈ ഗോഡൗണിലേക്ക് നമ്പർ ഓഫ് സ്റ്റോക്ക് കയറി. ഈ സ്റ്റോക്കിന് നമുക്ക് കസ്റ്റമറിന് വേണമെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യാൻ റെഡിയാണ് നമുക്ക് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ഓർഡറിൽ നിന്ന് ഒരു GRPO എൻ്റർ ചെയ്യുന്നത്. ഈ GRPOയുടെ ഒരു ഫിനാൻഷ്യൽ ഇമ്പാക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നമ്മളപ്പോൾ ഗുഡ്സ് റെസിപ്റ്റ് PO ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ. നമ്മുടെ കമ്പനിയുടെ ചാർട്ട് ഓഫ് അക്കൗണ്ടിലേക്കെല്ലാം ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു ഗുഡ്സ് റെസിപ്റ്റ് PO എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് എങ്ങനെയാവുമെന്ന് നമുക്ക് ഇവിടെ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടോ, ഈ ഗുഡ്സ് റെസിപ്റ്റ് POൻ്റെ തൊട്ട് മുകളിൽ കുറേ ടൂൾ കാണുന്ന ഒരു ഏരിയ, ഇവിടെ ഈ ഓപ്ഷൻ ഇവിടെ മൗസ് വെച്ചാൽ കാണാം, ജേണൽ എൻട്രി പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ജേണൽ എൻട്രി കാണുന്നുണ്ട്, കണ്ടോ? നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ലെഡ്ജേഴ്സാണ് ഈ കാണുന്നത്. അതിൽ ക്രെഡിറ്റ് വാല്യൂ, ഡെബിറ്റ് വാല്യൂ ആയിട്ട് ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് വരുന്നുണ്ട്. ഇത് കൂടുതലും ചെക്ക് ചെയ്യുക
ഇതിൻ്റെ ഇമ്പാക്റ്റ് പോവുക കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് പോവുക. അവരാണിത് കൂടുതലായിട്ട് ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഗുഡ്സ് റെസിപ്റ്റ് പി ഒ എൻട്രി ചെയ്യുന്ന ഒരു യൂസർ മിക്കവാറും SAP ലോജിസ്റ്റിക് യൂസർ ആയിരിക്കും. അതായത് അവർക്ക് ഇൻവെൻറ്ററി ഒക്കെ ആക്സസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടാവത്തുള്ളൂ SAP. അപ്പോൾ അവർക്ക് ഡയറക്റ്റ്ലി ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി പ്രിവ്യൂ കാണാൻ കഴിയത്തില്ല. അവർക്ക് അത് ഓപ്പൺ ചെയ്യാൻ ഓതറൈസ്ഡ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് SAP പ്രൊവൈഡ് ചെയ്യും. കാരണം അവർ ലോജിസ്റ്റിക് ലൈസൻസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന SAP യൂസർ ആയിരിക്കും. ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളും കിട്ടുക ഫിനാൻഷ്യൽ ലൈസൻസ് യൂസ് ചെയ്യുന്ന SAP യൂസേഴ്സിനായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഗുഡ്സ് റെസിപ്റ്റ് പി ഒയിൽ ഡയറക്റ്റ്ലി എങ്ങനെയാണ് ഒരു GRPO എൻട്രി ചെയ്യുക എന്ന് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് മെൻഷൻ ചെയ്യുക, നമുക്കവിടെ ഡിസ്കസ് ചെയ്യാം. ഡിസ്കഷന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.